നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്കു വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതാണ് മീനമാതാ രോഗത്തിന് കാരണമായ മൂലകം. ഏത് മൂലകമാ സുഹൃത്തുക്കളെ? മീനമാതാ രോഗത്തിന് കാരണമാകുന്നത് മെർക്കുറിയാണ്. ആരാണ്? മെർക്കുറിയാണ്. ഇനി നമുക്ക് കുറച്ച് മൂലകങ്ങളും അവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കാം. പ്രധാനപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള എല്ലാ മൂലകങ്ങളും അവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും ഇതിനകത്തുണ്ട്, നമുക്ക് പഠിക്കാം. ഫ്ലൂറോസിസ്. എന്താ സുഹൃത്തുക്കളെ ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഫ്ലൂറിന്റെ ആധിക്യം ശരീരത്തിൽ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫ്ലൂറോസിസ്. എന്താണ് അവന്റെ പേര്? ഫ്ലൂറോസിസ്. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണം ആരാണ്? ഫ്ലൂറിൻ തന്നെയാണ്. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണം ആരാണ് സുഹൃത്തുക്കളെ? ഫ്ലൂറിൻ തന്നെയാണ്. ആ അസുഖത്തിൽ തന്നെ ആര് കിടപ്പുണ്ട്? കാരണക്കാരനായ മൂലകം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇനി അത് കൂടുതൽ സമയം നമ്മൾ പഠിച്ച് സമയം കളയേണ്ട. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണം ഫ്ലൂറിൻ ആണ്. കിട്ടിയേ? സിലിക്കോസിസ്. മനുഷ്യ ശരീരത്തിൽ സിലിക്കന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. മനുഷ്യ ശരീരത്തിലെ സിലിക്കൺ മൂലകത്തിന്റെ ആധിക്യം അല്ലെങ്കിൽ വർധനവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. സിലിക്കോസിസ് എന്ന രോഗത്തിന്റെ കാരണം സിലിക്കൺ ആണ് എന്ന് ആ രോഗത്തിന്റെ പേര് തന്നെയുണ്ട്. സിലിക്കോസിസ് എന്ന ആ രോഗത്തിന്റെ പേര് തന്നെയുണ്ട്. സിലിക്കൺ ആണ് സിലിക്കോസിസ് ഉണ്ടാകുന്നതിന് കാരണമെന്ന് അത് പഠിക്കാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി PSC ഏറ്റവും കൂടുതൽ ചോദിച്ച രോഗമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ രോഗമാണ്, മീനമാതാ രോഗം. മനുഷ്യ ശരീരത്തിൽ മെർക്കുറിയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് മീനമാതാ രോഗം. മനുഷ്യ ശരീരത്തിലെ മെർക്കുറിയുടെ അളവ് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് മീനമാതാ രോഗം. ഇത് പഠിക്കാനായിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞു തരാം, സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. കോഡ് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. കുഞ്ഞുനാളുകളിലൊക്കെ നമ്മുടെ മാതാക്കളല്ലേ നമുക്ക് കുറി തൊട്ട് തരുന്നത്? കുഞ്ഞുനാളുകളിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മാതാക്കളാണ് നമുക്ക് കുറി തൊട്ട് തരുന്നത്, അല്ലെ? കുട്ടിയായിരുന്ന മീനയ്ക്ക് മീനയുടെ മാതാവാണ് കേട്ടോ കുറി തൊട്ട് കൊടുക്കുന്നത്. അപ്പോ മീനമാതാ രോഗത്തിന് കാരണം മെർക്കുറിയാണ്. മീനമാതാ രോഗത്തിന് കാരണം ആരാണ്? മെർക്കുറിയാണ് എന്നങ്ങ് പഠിക്കുക. മീനയുടെ മാതാവാണ് മീനയ്ക്ക് കുറി തൊട്ട് കൊടുക്കുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ മീനമാതാ രോഗത്തിന് കാരണം ആരാണ്? മെർക്കുറിയാണ്. അടുത്തതാണ് പ്ലംബിസം. ലെഡിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ലെഡിന്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് പ്ലംബിസം. എന്ത് പേരിൽ അറിയപ്പെടുന്ന സുഹൃത്തുക്കളെ? പ്ലംബിസം. ലെഡിന്റെ ലാറ്റിൻ നാമം എന്താ സുഹൃത്തുക്കളെ? ലെഡിന്റെ ലാറ്റിൻ നാമം അത് പ്ലംബം എന്നാണ്. എന്താണ്? പ്ലംബം എന്നാണ് ലെഡിന്റെ ലാറ്റിൻ നാമം. അപ്പോൾ പ്ലംബത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. പ്ലംബത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. വേറൊന്നുമില്ല, ഏഷ്യന്റ് കാലഘട്ടത്തിൽ, പണ്ട് കാലഘട്ടത്തില് നമ്മൾ PVC ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വാട്ടർ സിസ്റ്റങ്ങളുടെ പൈപ്പുകൾ എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് ലെഡ് ആയിരുന്നു കേട്ടോ. അന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു ലെഡ് എന്ന് പറയുന്നത് ഒരു വിഷവസ്തു ആണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലെഡ് ആയിരുന്നു നമ്മൾ പ്രധാനമായിട്ടും പൈപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്ലംബം എന്ന പേരിൽ അറിയപ്പെട്ടത്. പിൽക്കാലത്ത് അത് ലെഡ് എന്ന് പറയുന്ന മൂലകത്തിന്റെ നാമമായിട്ട് നമ്മൾ ചേർക്കുകയും ചെയ്തു. സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പഠിക്കുക. പ്ലംബിസം എന്നുള്ള രോഗത്തിന് കാരണമായിരുന്നു ചോദിച്ചാൽ അത് ലെഡാണ്. ഈ ലെഡിന്റെ ലാറ്റിൻ നാമമാണ് എന്ത്? പ്ലംബം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ഇത്തായി. കാഡ്മിയത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത്തായി അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ കാഡ്മിയത്തിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ഇത്തായി. ഏതാണ്? കാഡ്മിയത്തിന്റെ അളവ് കൂടുന്നത് മൂലം മനുഷ്യരീരത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ഇത്തായി. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വിൽസൺസ് രോഗം. എന്താണ് വിൽസൺസ് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെമ്പിന്റെ ആധിക്യം മൂലം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് രോഗം. ചെമ്പിന്റെ ആധിക്യം അല്ലെങ്കിൽ ചെമ്പിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്
വിൽസൺസ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ സുഹൃത്തുക്കൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ആരെയാണ്? ചെമ്പിനെയാണെന്ന് പഠിക്കുക. വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പെന്ന് പഠിക്കുക. അല്ലെങ്കിൽ വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകം ഏതാണ്? ചെമ്പെന്ന് പഠിക്കുക. മറക്കരുത്. വിൽസൺസ് രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകം ചോദിച്ചാൽ അത് ചെമ്പാണ്. വിൽസൺസ് രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകം ഏതാ സുഹൃത്തുക്കളെ? അത് ചെമ്പാണ്. പഠിക്കുക. അടുത്തതാണ് ഹൈപ്പോകലാമിയ. എന്താ പേര്? ഹൈപ്പോകലാമിയ. എന്താണ് ഹൈപ്പോകലാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോകലാമിയ. അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പോകലാമിയ. എന്താ അവന്റെ പേര്? ഹൈപ്പോകലാമിയ എന്നാണ്. മറക്കരുത്. പഠിക്കാൻ പാടുള്ള സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സുഹൃത്തുക്കളെ, ഇവിടെ ഹൈപ്പോകലാമിയയിൽ ഒരു കലമുണ്ടല്ലോ സുഹൃത്തുക്കളെ. ഹൈപ്പോകലാമിയ എന്ന് പറയുന്നതിൽ ഒരു കലമുണ്ടല്ലോ. കലമാണെങ്കിൽ എന്ത്? ഉറപ്പായിട്ടും പൊട്ടും എന്നങ്ങ് പഠിച്ചു വെക്കുക. കലമാണെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടും എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ ഹൈപ്പോകലാമിയ എന്ന രോഗം ഉണ്ടാകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. കലമാണെങ്കിൽ അതെന്ത് ചെയ്യും? പൊട്ടും. ഹൈപ്പോകലാമിയ പൊട്ടാസ്യം. കലമാണെങ്കിൽ പൊട്ടും. ഹൈപ്പോകലാമിയ പൊട്ടാസ്യം പഠിച്ചു വെക്കുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.